ഗൈഡൻസ് പി എസ് സിയുടെ അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മുൻവർഷ ചോദ്യപേപ്പറുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചോദ്യം: നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതാര്? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി ആനന്ദതീർത്ഥൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. രണ്ടാമത്തെ ചോദ്യം: പരിശുദ്ധമായ സ്വർണത്തിലും ചെറിയ അളവിൽ ഒരു ലോഹം അടങ്ങിയിരിക്കും, അത് ഏത്? ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി പ്ലാറ്റിനം, ഓപ്ഷൻ ഡി സിങ്ക്. മൂന്നാമത്തെ ചോദ്യം: ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഒരു മലയാളിക്കും പങ്കുണ്ടെന്ന് നിങ്ങൾ കേട്ടിരിക്കും. കെട്ടിടം ഏത്? ഓപ്ഷൻ എ പെട്രോണാക്സ് ടവർ, ഓപ്ഷൻ ബി സിയേസ് ടവർ, ഓപ്ഷൻ സി കുത്തബ് മിനാർ, ഓപ്ഷൻ ഡി ബുർജ് ഖലീഫ. നാലാമത്തെ ചോദ്യം: ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റമിൻ കെ, ഓപ്ഷൻ ബി വിറ്റമിൻ സി, ഓപ്ഷൻ സി വിറ്റമിൻ എ, ഓപ്ഷൻ ഡി വിറ്റമിൻ ഡി. അഞ്ചാമത്തേതും അവസാനത്തേതുമായ ചോദ്യം: കേരളത്തിലെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബാണാസുര സാഗർ, ഓപ്ഷൻ ബി മലമ്പുഴ, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി മുല്ലപ്പെരിയാർ. ഇനി ഓരോ ചോദ്യങ്ങളും വിശദമായി പരിശോധിച്ചാൽ: നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതാര്? ഉത്തരം ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് 1908 ജനുവരി 31 വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പല PSC ചോദ്യങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ്. യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ: പരിശുദ്ധമായ സ്വർണത്തിലും ചെറിയ അളവിൽ ഒരു ലോഹം അടങ്ങിയിരിക്കും, അത് ഏത്? ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷനിൽ ഇല്ലായിരുന്നു. ഉത്തരം ഇല്ല എന്നതാണ്. പരിശുദ്ധമായ സ്വർണത്തിൽ അല്ലെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിൽ മറ്റ് ലോഹങ്ങൾ അടങ്ങിയിട്ടില്ല. ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനായി സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹമാണ് ചെമ്പ് അഥവാ കോപ്പർ. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. പ്രധാനപ്പെട്ട PSC ചോദ്യമാണ് സയനൈഡ് പ്രക്രിയ. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നിവ ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. നിരവധി PSC പരീക്ഷയിലെ ചോദ്യമാണ്. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നിവ ഏറ്റവും കൂടിയ ലോഹം ഏത്? സ്വർണം. ഒരു ലോഹത്തെ അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ഇനി ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ കഴിയുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ രണ്ട് വാക്കുകളും പരിചയപ്പെട്ടോ: മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി. ഇവ രണ്ടും കൂടിയ ലോഹമാണ് സ്വർണം. സ്വർണത്തിന്റെ മൂല്യം രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ട്രോയ് ഔൺസ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ: ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഒരു മലയാളിക്കും പങ്കുണ്ടെന്ന് നിങ്ങൾ കേട്ടിരിക്കും. കെട്ടിടം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബുർജ് ഖലീഫ. ദുബായിലാണ് ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. 828 മീറ്ററാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉയരം.
ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ രണ്ട് ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ കാലത്താണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടുന്നത്. അടുത്തതായി 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വിറ്റമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വിറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നതും വിറ്റമിൻ ഡിയെയാണ്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നതും വിറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് ഹോർമോൺ എന്നറിയപ്പെടുന്നതും വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. PSCയിലെ പലതവണ ചോദിച്ച ചോദ്യമാണ്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ. ഓസ്റ്റിയോ മലേഷ്യയാണ് മുതിർന്നവരിൽ വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്തതായി 5ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം. കേരളത്തിലെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇടുക്കി. നിരവധി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏത്? ഇടുക്കി അണക്കെട്ട്. ഇടുക്കി ഡാമിന് സൈറ്റ് നിർദ്ദേശിച്ചത് കൊലുമ്പൻ എന്ന ആദിവാസിയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമാണ് കാനഡ. മറ്റൊരു പ്രധാനപ്പെട്ട PSC ചോദ്യമാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമാണ് കാനഡ. മുൻവർഷ പരീക്ഷകളിലെ 5 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് പ്രധാനപ്പെട്ട അറിവുകളുമാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. ഇനി മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഏവർക്കും നന്ദി.